CMRL കമ്പനിക്കെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കേണ്ടി വന്നത് BJP നേതാവായ ഷോൺ ജോർജിന് തിരിച്ചടിയും നാണക്കേടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടം വഴിയാണ് ഷോൺ ജോർജ് ഇപ്പോൾ ഓടിയിരിക്കുന്നത്. CMRLനെതിരായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിലക്കിയ സബ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ഷോൺ ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ ഹർജി നിലനിൽക്കില്ലെന്നും തള്ളുമെന്നും ജസ്റ്റിസ് കെ നടരാജൻ മുന്നറിയിപ്പ് നൽകിയതോടെ പിൻവലിക്കുകയായിരുന്നു. CMRL കമ്പനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ മുന്നിൽ നിന്ന ആളായിരുന്നു BJP നേതാവ് കൂടിയായ ഷോൺ ജോർജ്. ഈ ഷോൺ ജോർജിനെ എറണാകുളം സബ് കോടതി അടുത്തിടെ വിലക്കിയിരുന്നു. കമ്പനിയെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം നീക്കം ചെയ്യണമെന്ന് കോടതി നിർദ്ദേശം ഷോണിന് വലിയ തിരിച്ചടിയായിരുന്നു. സബ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് ഷോണിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഷോൺ ജോർജിന് അത് പിൻവലിച്ച് ഓടേണ്ടി വന്നു കഴിഞ്ഞു. സബ് കോടതി നിർദ്ദേശം മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഷോണിന്റെ വാദം. എന്നാൽ ഇതാകട്ടെ കോടതി അംഗീകരിച്ചില്ല. ഷോണിന്റെ ഹർജി നിലനിൽക്കുന്നതല്ലെന്നും ഹർജി തള്ളുമെന്നും ജസ്റ്റിസ് കെ നടരാജൻ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഹർജി പിൻവലിച്ചുകൊണ്ട് ഷോൺ ഓടുകയായിരുന്നു. CMRL എക്സാലോജി കരാറിൽ കമ്പനിക്കെതിരെ ഷോൺ നിരന്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കമ്പനി സബ് കോടതിയെ സമീപിച്ചത്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിലക്കണം, 5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നിവയായിരുന്നു CMRLന്റെ ഹർജിയിലെ ആവശ്യങ്ങൾ. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇടക്കാല ഉത്തരവിലൂടെ വിലക്കിയ കോടതി നഷ്ടപരിഹാരം ആവശ്യത്തിൽ വാദം കേൾക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. സബ് കോടതി ഉത്തരവ് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ BJP നേതാവായ ഷോൺ ജോർജിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് കൂടി തിരിച്ചടി ലഭിച്ചതോടെ അത് ഷോണിന് ഇരട്ട പ്രഹരമായി മാറി. തീരദേശ മേഖലയിലെ ധാതുമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് CMRLന്റെ വാദം. CMRL നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇതിലുടൻ കോടതിയിൽ വാദം തുടങ്ങും. ആകെ പെട്ട അവസ്ഥയിലാണ് ഷോൺ ജോർജ്, അതും നാണം കെട്ട്. കീഴ്ക്കോടതി ഉത്തരവ് മേൽക്കോടതി ഉത്തരവ് കൊണ്ട് കീഴടക്കാമെന്ന ഷോണിന്റെ മോഹങ്ങൾ ഇതോടെ തകർന്നടിഞ്ഞു കഴിഞ്ഞു.